നമ്മുടെ കുഞ്ഞാലിക്കുട്ടി എന്താ ചെയ്തത്? കഴിഞ്ഞ തവണ അഹമ്മദ് മത്സരിച്ചു ജയിച്ചു, പാർലമെന്റിലേക്കൊക്കെ മത്സരിച്ചു. അദ്ദേഹം അവിടെ മൻമോഹൻ സിംഗ് സർക്കാരിൽ മന്ത്രിയായി. അപ്പോൾ UPA സർക്കാരിലെ ആദ്യത്തെ ലീഗ് മന്ത്രിയാണ്, കേന്ദ്രത്തിലെ മന്ത്രിസ്ഥാനം. അദ്ദേഹം മരിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആ സീറ്റിലേക്ക് കയറി നിന്നു. അടുത്ത തവണ ഇപ്പോൾ സർക്കാർ വരും എന്ന പ്രതീക്ഷയിലാണ് നിന്നത്. പാർലമെന്റിൽ ജയിച്ച് കയറി, പാർലമെന്റിൽ പോയി. പക്ഷെ നോക്കുമ്പോൾ ആ മന്ത്രിസഭ പൊട്ടിപ്പോയി. മന്ത്രിസഭ ഉണ്ടായില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് പാർലമെന്റിൽ പിന്നെ പ്രസംഗിക്കാനും പറ്റിയില്ല, കാരണം പുള്ളിക്കാരന് ഹിന്ദിയൊന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ പുള്ളിയുടെ പെർഫോമൻസ് മോശമായിരുന്നു. മന്ത്രിയാവാൻ പറ്റിയതുമില്ല. അപ്പോൾ തിരിച്ച് ഇവിടെ കേരളത്തിലെ ഇലക്ഷൻ വന്നു. ഉടനടി മൂപ്പര് വേങ്ങരയിൽ സീറ്റ് കണ്ടെത്തിയിട്ട് അവിടെ കയറിയിട്ട് മത്സരിച്ചു. അപ്പം എന്തായി, ഫാസിസത്തെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞ പോയാളാണ്. ഫാസിസം അവിടെ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടിക്ക് അവിടെ മന്ത്രിസ്ഥാനം കിട്ടിയില്ല. കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലും പൊട്ടി. കേരളത്തിൽ ഉടനടി എന്തെങ്കിലും വലിയ പ്രധാനപ്പെട്ട പദവി ഏറ്റെടുക്കാൻ വിചാരിച്ച് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വാങ്ങി വന്നത്. ഇവിടെയും പൊട്ടി. ആ പൊട്ടുന്നതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ അമിതമായിട്ടുള്ള ദുരാഗ്രഹം എന്നുള്ള സംഗതി പരസ്യമായി പ്രകടിപ്പിച്ചു തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ വിഷമമുണ്ട്, പക്ഷേ ഇതാണ് റിയാലിറ്റി. അപ്പം അതുകൊണ്ട് KC വേണുഗോപാൽ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. അതിമോഹം ചക്രം ചവിട്ടും. അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സിന് ആ പാരമ്പര്യമുണ്ട്, ആ ചരിത്രപരമായ ഓർമ്മകൾ കോൺഗ്രസ്സിന് ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏറ്റവും ചെറിയ കുഞ്ഞാലിക്കുട്ടിയും പാർട്ടിയുമെങ്കിലും ഈ അനുഭവങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് KC വേണുഗോപാൽ വിൽ ബി ഔട്ട്. കാരണം പുള്ളിക്ക് ഒരു സാധ്യത കുറവാണ്. കാരണം മാത്രമല്ല, ഇയാളെ രാജകുമാരനോ